അതിൻ്റെ ആവശ്യകതകൾ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു 2-3 മാസമായിട്ട് തീരെ വയ്യായിരുന്നു. ഒരു 6 മാസമായി ചെറിയ അസുഖം തുടങ്ങിയിട്ട്. അത് പിന്നെ കൂടുതലായി ഈ കഴിഞ്ഞൊരു 3 മാസമായിട്ട് തീരെ വയ്യായിരുന്നു. കിടപ്പിൽ തന്നെ ആയിരുന്നു ഏകദേശം ഒരു മാസമായിട്ട്. രണ്ടായിരത്തി 2024 വരെ രോഗികളെ നോക്കിയിരുന്നു. ഇടയ്ക്ക് ചെറിയൊരു അസുഖം വന്ന സമയത്ത് ഇടയ്ക്കൊന്ന് നിർത്തി വെച്ചിരുന്നു. പക്ഷേ വീണ്ടും രോഗികളെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെയും ആരോഗ്യനില കുറച്ച് വഷളായപ്പോഴാണ് പിന്നെ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചത്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടുതലായി, അതുകൊണ്ട് പൂർണ്ണമായിട്ടും പരിശോധന നിർത്തി. എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് വരെ പരിചയമുള്ളവരൊക്കെ കാണുമായിരുന്നു. പക്ഷെ അത് പിന്നെ തീരെ വയ്യാതായപ്പോൾ പൂർണ്ണമായിട്ടും നിർത്തി. സംസ്കാരം ഇപ്പോൾ ഈ 12 മണിക്ക് പയ്യാമ്പലത്ത് വെച്ചാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. പാവപ്പെട്ട ഡോക്ടറാണ്, പൈസക്കാരുടെ ഡോക്ടറല്ല, പാവപ്പെട്ട. പൈസ നിങ്ങൾ വേറെ കാണിച്ചോന്നായാലും പോക്കറ്റ് പറയും. അത്രയും സങ്കടമായിപ്പോന്ന് ഇങ്ങനെ പോയി പറഞ്ഞിട്ട്. ഇങ്ങനത്തെ ഡോക്ടറെ ഇത്രയും കാലം എൻ്റെ ചെറുതിന് ഞാൻ കാണുന്ന ഡോക്ടറാണ്. എന്ത് രോഗത്തിന് വന്നാലും അത് സാലഡ പോകും. അങ്ങനത്തെ ഡോക്ടറാണ്. പക്ഷെ ഇങ്ങനെ ആയി പോകുന്നു. ഞാൻ 6 മാസം മുമ്പേ നമ്മൾ വന്നിട്ട് കാണിച്ചതാണ്. ഇപ്പം ഇത് അയാളില്ലാത്തതുകൊണ്ട് 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നതാണ്. ഒരാഴ്ച കൊണ്ട് മാസം രോഗമാണ്. 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് 40,000 രൂപ ചിലവാക്കി. അങ്ങനത്തെ ഇതിപ്പോൾ കാണാൻ കിടക്കുന്നതാണ്. മെനക്കെൻ്റെ വലിയ സങ്കടമായിപ്പിക്കാം. മനസ്സിൽ വന്നാൽ എത്രയോ വർഷങ്ങളായിട്ട് എന്ത് രോഗത്തിനും ഒരു 50 രൂപ ഉണ്ടെങ്കിൽ രോഗം മാറി. അതാണ് ഇവരുടെ പ്രത്യേകത. ഏത് രോഗത്തിനും ഓപ്പറേഷന് വിലവുണ്ടെങ്കിലും പറയും അത് സാലഡ് പോകണം. അങ്ങനത്തെ ഡോക്ടറാണ്. ലോകത്തിന് ഇനി ഈ കേരളത്തിലോ മറ്റുള്ളിടത്തോ എവിടെയും ഇതേപോലത്തെ ഡോക്ടറെ കിട്ടാൻ ഉണ്ടാവില്ല. കാലത്ത് 4 മണിക്ക് നമ്മളെല്ലാം 1 മണിക്ക് പോയി ഇരിക്കലാണ്. അത്രക്ക് ജനകീയനാണ്. ആ ഡോക്ടർമാരെയൊന്നും കണ്ണൂർ ഒരു ഡോക്ടറും ഇല്ല. ഒരു ഫാമിലി തന്നെ എല്ലാവരും അങ്ങനെയുണ്ട്. അത്രയ്ക്ക് സങ്കടം വരുന്നു കാണുമ്പോൾ. അച്ഛനുള്ള കാലത്തും അമ്മയുള്ള കാലത്തും എല്ലാം നമ്മൾ പരിശോധിക്കുന്നത്. ഇത്രയും നല്ലൊരു ഡോക്ടർ കണ്ണൂരുണ്ടാവില്ല. ദൈവതുല്യം അല്ല കേട്ടോ. എനിക്ക് എൻ്റെ അച്ഛൻ ഉള്ള കാലത്തെ അച്ഛനുമായിട്ടുള്ള ബന്ധമാണ്. അത് ഞാനിങ്ങനെ അന്നേരം വെച്ചാൽ കുപ്പി മിക്സറും ഗുളികയും തന്നിട്ട് പോകുന്ന കാലം മുതലേ ഉണ്ട്. ഞാൻ ഇവിടെ വരുമ്പോൾ പിന്നെ NKBTയുടെ താമസിക്കുമ്പോൾ താണയിൽ ക്ലിനിക്കുള്ളവരെല്ലാം ഞാൻ പോകാറുണ്ട്. ഏത് കാര്യത്തിനും എന്ത് കാര്യം പറഞ്ഞാലും ഡോക്ടർ നോക്കിയാലും ഒന്നും ഇല്ലടോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിന് സമാധാനമായി. പിന്നെ നമുക്ക് രോഗമില്ല. പിന്നെ അദ്ദേഹം തരുന്ന മരുന്ന് വളരെ സിമ്പിളാണ്. കാണുമ്പോൾ തോന്നുന്നു ഈ 3 ഗുളിക എന്നു വരും. പക്ഷെ വളരെ വിലപ്പെട്ട മരുന്നാണ്. അത് അദ്ദേഹം വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് കൈകൂപ്പിയാന്ന് രോഗിക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ദക്ഷിണ അങ്ങ് കൊടുക്കുമ്പോൾ ചെറിയൊരു പൈസ അങ്ങ് കൊടുക്കുകയ്യ. അഥവാ കാശ് പിന്നെ ചില്ലറയില്ലെങ്കിൽ പരിപാടി അടുത്തേരെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിടുകയും ചെയ്യും. ചില സമയം പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ വിടുകയും ചെയ്യും. അത്രയും ജനകീയനായ ഒരു ഡോക്ടറാണ്, ദൈവതുല്യനായ ഒരു ഡോക്ടറാണ്. ഞാൻ 6 മാസം മുമ്പേ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് സാറേ എങ്ങനെ സുഖം തന്നെയല്ലേ ചോദിച്ചപ്പോൾ എന്നോട് കഴിയുന്നില്ലടോ എന്ന് പറഞ്ഞ് ഞാനിത് മതിയാക്കും. ഞാൻ മതിയാക്കിയതാവും. എന്നിട്ട് വീണ്ടും എല്ലാവരും നിർബന്ധം കൊണ്ട് തുടങ്ങിയതാണ്. ഇനിയും ഞാൻ ഇങ്ങനെ. പക്ഷേ ഡോക്ടർ ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിയുമോ എന്നുള്ള ഒരിതും നമ്മളെ മനസ്സിൽ ഇന്നില്ല. അത്രയും നല്ല ഒരു ജനകീയനായ പാവപ്പെട്ടവരുടെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്നൊരു ഡോക്ടർ, നല്ല ഡോക്ടർ.